നമ്മളൊരു ഫ്രൂട്ട്സ് ഗാർഡൻ നമ്മുടെ വീട്ടുമുറ്റത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് തായ്ലൻഡ് 7 ഇനത്തിൽപ്പെട്ട ഒരു പേരയാണ് കേട്ടോ. അതിനുശേഷം വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ മാൻഡ്രിക് എന്നൊരു ഓറഞ്ചാണ്. നമ്മുടെ ചൂട് ക്ലൈമറ്റിലും നല്ല രീതിയിൽ തന്നെ കാപ്പിടുത്തം ഉണ്ടാവുന്ന അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു 350 ഗ്രാമോളം വലിപ്പം വരുന്ന ഓറഞ്ചാണ് കേട്ടോ ഇതിലുണ്ടാവണേ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ ബീർ ആപ്പിളാണ് കേട്ടോ. ഈ ബീർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ റെഡ് ഷെയ്ഡ് തന്നെയാണ്. സാധാരണ ഗ്രീൻ ഷെയ്ഡ് ഉള്ളതല്ലേ, ഇത് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ബീർ ആപ്പിളാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ 3 പ്ലാന്റ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ 3 പ്ലാന്റ് നമ്മൾ ചെറിയ ചെറിയ പോട്ടുകളിൽ ആദ്യം വെച്ച് ഇതിൻ്റെ തൈകളുടെ വലുപ്പത്തിനനുസരിച്ച് പോട്ട് മാറ്റി കൊടുത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ പോട്ടുകളിൽ സെറ്റ് ചെയ്യണമെന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഓരോ വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഓൾറെഡി തന്നെ ബീർ ആപ്പിൾ അത്യാവശ്യം പൂ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പൂ പിടിച്ച് നമുക്ക് കായായി കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ നോക്കി ഇതിൻ്റെ അപ്ഡേഷൻസ് വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ മക്കോട്ടദേവ കേട്ടോ. ആദ്യമായിട്ട് ഇതിൽ കാ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി പൂക്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ആദ്യമായിട്ട് ഉണ്ടാവുന്നത് പ്രമേഹ രോഗികൾക്ക് പറ്റിയ ഒരു പ്ലാന്റാണ് മക്കോട്ടദേവ. പിന്നെ ഇത് നമ്മുടെ സ്ട്രോബെറി പേരയാണ് കേട്ടോ. റെഡ് സ്ട്രോബെറി പേര. നമ്മുടെ ഈ സ്ട്രോബെറി പേര നമ്മുടെ ഇപ്പോൾ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 5-10 പൂ ഇട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഞാനിത് ഒരുപാട് ആൾക്കാരോട് അന്വേഷിച്ച് വീഡിയോസൊക്കെ ഇടുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് കായ്ക്കാൻ എത്ര നാളെടുക്കണം എന്നൊക്കെ. ഞാൻ ഈ പ്ലാന്റ് നട്ടിട്ട് ഒരു 5 വർഷമായിട്ടോ. എനിക്കൊരു 5 വർഷമായിട്ട് ഏകദേശം. അപ്പം 5 വർഷമായിട്ട് ഇത് എപ്പോഴാണ് കേട്ടോ പൂവിട്ട് മുട്ടൊക്കെ ഇട്ടേക്കണേ. വളരെയധികം സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ എയർ ലെയർ ചെയ്തെടുത്തിട്ടുള്ള നമ്മളുടെ ഒരു ചെറുനാരകമാണ്. അതിലൊരു നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മഴയായിട്ട് ഒരു ഫ്ലവറൊക്കെ ഉണ്ടായത് അത് പൊഴിഞ്ഞു പോയിട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബുഷ് ഓറഞ്ചാണ് കേട്ടോ. സുലഭമായി നമ്മുടെ അവിടെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ബുഷ് ഓറഞ്ച്. നമ്മുടെ ഇതിൽ ബുഷ് ഓറഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ കാകളെല്ലാം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്വീറ്റ് ലൂബി. ഇതിപ്പോഴും ഒരു ഗ്രോ ബാഗിൽ തന്നെയാണോ നിൽക്കുന്നത്. 2 ലൂബിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 3 ഉണ്ടായതായിരുന്നു, ഒരെണ്ണം പൊഴിഞ്ഞു പോയി. 2 പിടിച്ച ലക്ഷണമാണ് കേട്ടോ. സ്വീറ്റ് ലൂബി ഉണ്ടായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കിളിനാവലാണ് കേട്ടോ. വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്ന ഒരു പ്ലാന്റാണ് കിളിനാവിൽ. ഇപ്പോൾ ധാരാളം മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം നമ്മുടെ പൂത്ത ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം മൂപ്പെത്തിയിട്ടുള്ള ഒരു 2-3 കൊലയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു സൈഡിൽ 2 സൈഡിലായിട്ട് 2-3 കൊലയോളം മൂപ്പത്താറായിട്ടുള്ള കിളിനാവിലുണ്ട്. അതോടൊപ്പം തന്നെ മുട്ടും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ നട്ടിട്ടൊക്കെ അതിൽ നിന്ന് ഇതുപോലെ ഓരോ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്ന കാണുമ്പോൾ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ.